കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി ജന്തർ മന്ദറിൽ ഡോക്ടർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇരയ്ക്ക് നീതി തേടിക്കൊണ്ട് ബാനറുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു പ്രതിഷേധം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, നീതി അത് തേടി സമരമുഖത്താണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെല്ലാം. അത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി ആ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് രാത്രിയും പ്രതിഷേധം തുടരാനുള്ള ആഹ്വാനവും വരുന്നുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഈ സമരത്തിന്റെ പ്രതിഷേധക്കാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ തീരുമാനം? രാജ്യവ്യാപകമായി ഇപ്പോഴും പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഡൽഹിയിലെ തന്നെയുള്ള വിവിധ മെഡിക്കൽ കോളേജുകളിലെയും മറ്റും വിദ്യാർത്ഥികൾ എത്തി അവിടെ പ്രതിഷേധ സമരം നടത്തുകയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വിദ്യാർത്ഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടോടുകൂടി ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ എത്തുകയും അവർ ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയും തുടർന്ന് സമാധാനപൂർണമായി ഈ സമരം പ്രതിഷേധ സമരം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. IMA ആഹ്വാനം ചെയ്ത പണിമുടക്ക് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 24 മണിക്കൂർ പണിമുടക്കാണ് IMA ആഹ്വാനം ചെയ്തിരുന്നത്. നാളെ രാവിലെ 6 മണിവരെ ഈ പണിമുടക്ക് തുടരുന്നതായിരിക്കും. അവശ്യ സർവീസുകളെ ഒഴികെ മിക്ക ആശുപത്രികളുടെയും ഈ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ഈ സമരം ബാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് ഈ സമരം ചെയ്യുന്ന വിവിധ ഡോക്ടർമാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്തിരുന്നു. ആ മീറ്റിംഗിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ ഡോക്ടർമാർക്ക് എതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് ഒരു 2 അംഗ സമിതി രൂപീകരിക്കാമെന്നതാണ്. അതായത് ഈ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശുപാർശകളും മറ്റും തയ്യാറാക്കുന്നതിനാണ് ഈ സമിതി രൂപീകരിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമിതി രൂപീകരിക്കുന്ന പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഈ ഡോക്ടർമാരോടും ആരോഗ്യ പ്രവർത്തകരോടുമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ ആരോഗ്യ പ്രവർത്തകരുടെയും അവരുടെ സംഘടനകളുടെയും തീരുമാനം പുറത്തു വന്നിട്ടില്ല. നാളെ ഈ കൊൽക്കത്ത സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തുടർ സമര പരിപാടികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഡോക്ടർമാരുടെ സംഘടനകൾ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.